ഹായ് ഗേസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാധാരണ ഇതിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതായത് സൊസൈറ്റിയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആയിട്ട് തിരിക്കുക, ഈ സ്റ്റാറ്റസിൻ്റെ ഇടയിൽ ഒരുപാട് ഇനീക്വാലിറ്റീസ് ഉണ്ടാവുക എന്നതിനൊക്കെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്കഷൻസാണ് നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളത്. എന്നാൽ ഒരു ഫങ്ഷണലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ ഫങ്ഷണലിസ്റ്റ് ട്രഡിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കിങ്സ്ലി ഡേവിസ്, വിൽബർട്ട് മൂർ എന്നീ രണ്ട് സോഷ്യോളജിസ്റ്റുകൾ എഴുതിയിട്ടുള്ള സം പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു എസ്സേയിൽ അവർ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബ്രീഫായിട്ട് അവർ പറയുന്ന ചില ആർഗ്യുമെൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആണോ അല്ലയോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകളും അതുപോലെ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നത് നോ എന്നുള്ളതായിരിക്കും അല്ലേ. അതിൻ്റെ ഒരു ഡിസ്ഫങ്ഷനാലിറ്റിനെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇവർ പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫങ്ഷണൽ ആണ് എന്നുള്ളതാണ്. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അതിനെ നമ്മളങ്ങനെ ക്രിട്ടിക്കലായിട്ട് നെഗറ്റീവായ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനവർ എന്തൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം യൂണിവേഴ്സാലിറ്റി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. എല്ലാ സമൂഹങ്ങളും റിഗാർഡ്ലെസ് ഓഫ് ദെയർ കോംപ്ലക്സിറ്റി ആർ സ്ട്രാറ്റിഫൈഡ്. എല്ലാ സമൂഹങ്ങളും സിമ്പിളായിട്ടുള്ള സൊസൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മോഡേൺ സൊസൈറ്റി ആണെങ്കിലും ഒക്കെ സ്ട്രാറ്റിഫൈഡ് ആണ് എന്നുള്ളതാണ്. സ്ട്രാറ്റിഫൈഡ് അല്ലാത്ത രീതിയിലുള്ള സൊസൈറ്റി നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. യൂണിവേഴ്സാലിറ്റി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് അവർ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ്. അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം ഫങ്ഷണൽ നെസസിറ്റി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. ഒരു സൊസൈറ്റി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഫങ്ഷണലി നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നതാണ് അവർ പറയുന്നത്. സൊസൈറ്റിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് ആളുകൾക്ക് അവരുടെ റോളുകൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ട്രെയിനിങ്ങുമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് ഒരു നെസസിറ്റിയാണ്, ഒരു ഫങ്ഷണൽ നെസസിറ്റിയാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തൊരു കാര്യം പറയുന്നത് ഇൻസെൻറ്റീവ്സ് ഫോർ ഡൂയിങ് വെൽ എന്നുള്ളതാണ്. അതായത് ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സൊസൈറ്റിയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആയിട്ട് തിരിക്കുക, അതിൽ ചില ആളുകൾക്ക് കൂടുതൽ പ്രിവിലേജുകളും കൂടുതൽ പവറുകളും ഉണ്ടാവുക, കുറേ ആളുകൾ അണ്ടർ പ്രിവിലേജ്ഡ് ആവുക എന്നുള്ളതാണല്ലോ. ഇത്തരത്തിൽ അൺഈക്വൽ ആയിട്ടുള്ള രീതിയിൽ റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളത് ശരിക്കും ആളുകളെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെക്കുന്നത്. അത് അവരെ ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും നല്ല കപ്പാസിറ്റി നേടുകയും നല്ല രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ്സ് അവർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അൺഈക്വൽ ആയിട്ടുള്ള റിവാർഡ്സ് ശരിക്കും ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം. നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് പൊസിഷൻസ് ആർ നോട്ട് ദ സെയിം എന്നുള്ളതാണ്. അതായത് നമ്മൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, അതിൽ ഒരുപാട് റോൾസും ഫങ്ഷൻസും ഉണ്ട് അല്ലേ, റോൾസ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. ഈ ഓരോ റോളുകൾക്കുള്ള ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഡോക്ടറിന് സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടീച്ചറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് ജനറലി പറയാമെങ്കിലും ഓരോ ആളുകളുടെയും ഇമ്പോർട്ടൻസിൻ്റെ ഒരു ലെവൽ ഡിഫറെൻ്റ് ആണ്, അത് സെയിം അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ടുള്ള റിവാർഡ്സ് കിട്ടുക എന്നുള്ളത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇൻകവും ബെറ്റർ ആയിട്ടുള്ള പ്രസ്റ്റീജും ലഭിക്കുന്നു. അത് ഫങ്ഷണലാണ്, അത് ജസ്റ്റിഫൈഡ് ആണ് എന്നതാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് പൊസിഷൻസ് ആർ നോട്ട് ദ സെയിം. അടുത്തായിട്ട് പറയുന്ന ഒരു കാര്യം സ്കേഴ്സിറ്റി ഓഫ് ടാലൻറ്റ് എന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഫിൽ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ടാലൻറ്റും സ്കില്ലും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതുള്ള ആളുകൾക്ക് ഈ ഒരു പൊസിഷൻസ് കൊടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്രപ്പോർഷനേറ്റായിട്ടുള്ള റിവാർഡ്സ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നതാണ് അവർ പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഫംഗ്ഷനിലാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞത്? ഒന്നാമതായിട്ട് പറഞ്ഞത് യൂണിവേഴ്സാലിറ്റി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് യൂണിവേഴ്സലായിട്ട് എല്ലാ സൊസൈറ്റിയിലും ഉള്ളതാണ്. സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത സൊസൈറ്റി കാണാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് ഒരു ഫങ്ഷണൽ നെസസിറ്റി ആണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റി സ്മൂത്തായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ എന്നവർ പറയുന്നു. അടുത്തൊരു കാര്യം പറയുന്നത് ഇൻസെൻറ്റീവ്സിനെ കുറിച്ചാണ്. അൺഈക്വൽ ആയിട്ടുള്ള റിവാർഡ്സ് ശരിക്കും ആളുകളെ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഇൻസെൻറ്റീവും മോട്ടിവേഷനും കൊടുക്കുന്നു എന്നുള്ളത് അവർ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോ പൊസിഷൻസിൻ്റെയും ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഡിഫറെൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ് അവർക്ക് റിവാർഡ്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമ്പോർട്ടൻസ് അൺഈക്വൽ ആണ്. അതുപോലെ അതുകൊണ്ട് കിട്ടുന്ന ഈ ഒരു റിവാർഡ്സും അൺഈക്വൽ ആയിരിക്കും. അത് ശരിക്കും ജസ്റ്റിഫൈഡ് ആണ്. അതൊരു ഇനീക്വാലിറ്റി കാണിക്കലല്ല, സൊസൈറ്റിയിൽ നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സ്കേഴ്സിറ്റി ഓഫ് ടാലൻറ്റ് എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള റോളുകൾ വഹിക്കാനുള്ള സ്കില്ലും ടാലൻറ്റും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആർക്കാണോ അത്തരത്തിലുള്ള ടാലൻറ്റുകൾ ഉള്ളത് അവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ടുള്ള റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളത് ജസ്റ്റിഫൈഡ് ആണെന്ന് അവർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫങ്ഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ഈ വിൽബർട്ട് മൂറും കിങ്സ്ലി ഡേവിസും എന്തായിരിക്കും പറയാം, വെരി വെരി ഫങ്ഷണലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സം പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള എസ്സേയിൽ പ്രധാനമായിട്ട് അവർ ആർഗ്യൂ ചെയ്യുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആണ്, അതുകൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്.